സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് മൗനത്തുൽ ഇസ്ലാം സഭയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട എം അബ്ദുസ്സമദ് സാഹിബ്, പൊന്നാനി MI ഹയർ സെക്കൻഡറി സ്കൂൾ, പൊന്നാനി MI ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട നബീൽ സാർ, ഗേൾസിൻ്റെ പ്രിൻസിപ്പൽ മനാഫ് സാർ, പ്രിയപ്പെട്ട നിസാർ, ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില കൃത്യമായ ഇടപെടലുകൾ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപക സമൂഹത്തിൻ്റെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി പ്ലാൻ ചെയ്യുകയുണ്ടായി. സ്റ്റെപ്സ് വിഷൻ 2030 എന്ന പേരിൽ കുറച്ചുകൂടി പ്രവിശാലമായ അർത്ഥത്തിൽ ദീർഘദൂര കാഴ്ചപ്പാടോടുകൂടെ പൊന്നാനി പോലെയുള്ള ഒരു മേഖലയിൽ നിന്ന് പുതിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പത്തെ അഡ്രസ്സ് ചെയ്യാനും അവരിലുള്ള കപ്പാസിറ്റി പരമാവധി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഒരു വിപുലമായ വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് സ്റ്റെപ്സിൻ്റെ പേരിൽ ആരംഭിച്ചത്. പവൻ ഗോൾഡ് തിരൂർ, എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. അക്കാദമിക നിലവാരം ഉയർത്തുക എന്നുള്ളത് പ്രമുഖ ലക്ഷ്യമായി എടുക്കുക വഴി വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതും വിവിധങ്ങളായിട്ടുള്ള മത്സര പരീക്ഷകളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി നന്നായി സ്കോർ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ അവരെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും, അങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടെയാണ് ഇത്തരം സംരംഭങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി മുഴുവൻ അധ്യാപകരെയും ഒരുമിച്ചിരുത്തി വിപുലമായിട്ടുള്ള ശില്പശാലകളും വിവിധ ആലോചനാ യോഗങ്ങളും വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുമൊക്കെ ഇതിനകം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രഥമമായും നിങ്ങളെ സമീപിക്കുന്നത് ഒരുപക്ഷെ പൊന്നാനിയിൽ വലിയ മാറ്റത്തിന് കാരണമായേക്കാവുന്ന ഒരു ബൃഹത്തായ പദ്ധതിയുടെ തുടക്കം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. പൊന്നാനി MI ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും സംയുക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ പെരിന്തൽമണ്ണയിലെ ക്രിയ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് ക്രിയയുടെ ഒരു സാറ്റലൈറ്റ് സെൻറ്റർ എന്നുള്ള രീതിയിൽ തന്നെ പൊന്നാനിയിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമിക്ക് തുടക്കം കുറിക്കുകയാണ്. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ടാലൻറ്റ് ടെസ്റ്റ് നടത്തി ഈ താലൂക്കിലെ വിവിധങ്ങളായ സ്കൂളുകൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളിൽ നിന്ന് അവരോടും അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഓറിയൻറ്റേഷൻ നടത്തി 60 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് IAS ജൂനിയർ എന്ന ഒരു കോഴ്സും, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു IAS ഫൗണ്ടേഷൻ കോഴ്സും ആരംഭിച്ചിരിക്കുകയാണ്. 60 വീതം കുട്ടികളുള്ള ബാച്ചുകളായിട്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മളിത് ആരംഭിക്കുന്നത്. ഈ സിവിൽ സർവീസ്
കോച്ചിങ്ങിൻ്റെ സെൻറ്ററായി നമ്മളിപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് പൊന്നാനി MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിനുവേണ്ടി ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു സ്മാർട്ട് റൂം, ക്ലാസ് റൂം അവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊന്നാനി താലൂക്കിലെ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രൂപത്തിൽ അവരെയെല്ലാം ടാലൻറ്റ് ടെസ്റ്റുകൾക്കും ഓറിയൻറ്റേഷനും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് സിവിൽ സർവീസിൻ്റെ പടികൾ കയറാൻ കഴിയാവുന്ന ഒരവസരം പൊന്നാനി MI ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ ഈ സിവിൽ സർവീസ് അക്കാഡമിയുടെ ഉദ്ഘാടനം പ്രിയങ്കരനായ പെരിന്തൽമണ്ണയുടെ MLAയും IAS അക്കാഡമിയുടെ IAS അക്കാഡമിയുടെ ക്രിയയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരം MLA 22-ാം തീയതി കാലത്ത് 10 മണിക്ക് നിർവഹിക്കുകയാണ്. ഈ പദ്ധതിയുമായി രംഗത്ത് വന്നപ്പോൾ വലിയ നല്ല പ്രതികരണമാണ് അക്കാദമിക് സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്, വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന്, തനിക്ക് ലഭ്യമാകാത്തത് തൻ്റെ കുട്ടികൾക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പൊന്നാനിയിലെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്തു നിന്നുമൊക്കെ വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്കേറെ പ്രോത്സാഹനജനകമായിട്ടുള്ള കാര്യമാണ്. ഈ സിവിൽ സർവീസ് അക്കാഡമിയുടെ ഉദ്ഘാടനത്തോടൊപ്പം ഇത്തവണ മലപ്പുറം ജില്ലയിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അനുവദിച്ച് ലഭിച്ചിട്ടുള്ള 2 സ്കൂളുകളാണ്. ഒന്ന് നമ്മുടെ MI ഹയർ സെക്കൻഡറി സ്കൂളാണ്, മറ്റൊന്ന് നിറമരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പൊന്നാനി MI ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ ലോഞ്ചിങ് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രിയങ്കരനായ പൊന്നാനിയുടെ MLA ശ്രീ നന്ദകുമാർ അവർകൾ നിർവഹിക്കുകയാണ്. നമ്മുടെ നഗരസഭയിലെ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, മറ്റു ജനപ്രതിനിധികൾ, MI സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പൊന്നാനിയിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി മാറാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ വളരെ ശക്തമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മൗനത്തുൽ ഇസ്ലാം സഭ. ആദ്യം ഇതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതൊക്കെ തുടങ്ങിയത് നമ്മുടെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയോടനുബന്ധിച്ചുള്ള MIUP സ്കൂളാണ്. പിന്നീട് MI ഹൈസ്കൂൾ തുടങ്ങി, MI ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങി. 1998 പിന്നെ MI ഹയർ സെക്കൻഡറി ആയി അത് ഉയർത്തപ്പെട്ടു. 2000 ഗേൾസിലും ഹയർ സെക്കൻഡറി അനുവദിക്കപ്പെട്ടു. പിന്നീട് BEd കോളേജും അതേപോലെ തന്നെ അറബിക് കോളേജുകളും വിവിധങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ അക്കാദമികേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നത് പല സന്ദർഭങ്ങളിൽ അവർക്ക് നൽകിയിട്ടുള്ള സ്വീകരണത്തിലൂടെയും അതേപോലെ തന്നെ അവർ വാരിക്കൂട്ടിയിട്ടുള്ള സമ്മാനങ്ങളിലൂടെയൊക്കെ തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നതാണ് സഭ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിയ MI സ്ഥാപനങ്ങളുടെ പ്രസിഡൻറ്റും ഞങ്ങളുടെ മാനേജറുമായിരുന്ന ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച ആ IAS കോച്ചിങ് പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് 7 മുതൽ 9 വരെയുള്ള കുട്ടികളെ ഒരു ടീമായി തിരിച്ച്, അതേപോലെ തന്നെ +1 കുട്ടികളെ മറ്റൊരു ടീമായി തിരിച്ച് 2 പ്രോഗ്രാമുകൾ ഇതിനകം അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ആണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കാൻ പോകുന്നത്.
60 കുട്ടികൾ 2 ബാച്ചിലായിട്ട് നടക്കുന്നു. അതിലേക്കുള്ള പ്രവേശന പ്രക്രിയയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു സ്ഥിരം സിവിൽ സർവീസ് അക്കാദമിയാണ്. കുട്ടികളെ ഇവിടെ പാർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റൽ സംവിധാനത്തോടു കൂടി വിപുലമായ രൂപത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള കോച്ചിങ്ങുകൾ കിട്ടണം. ഇങ്ങനെയുള്ളൊരു കോച്ചിങ്ങുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ അക്കാദമിക പ്രവർത്തനങ്ങളിലും മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുട്ടികൾക്ക് സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം NMMS ആയാലും അതേപോലെ തന്നെ LP സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് പരീക്ഷ USSഉം LSSഉം അതേപോലെ ബാക്കിയുള്ള ഒരുപാട് പരീക്ഷകൾ. അതോടൊപ്പം ഞങ്ങൾ നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഭാഗമായി +1 +2 വിദ്യാർത്ഥികളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയുള്ള ഡിഗ്രി ക്ലാസ്സുകളൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമുക്ക് പ്രവേശനം നൽകാൻ സാധിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇന്നലത്തെ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചതാണ്. ഗവൺമെൻറ് തന്നെ സിലബസിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കരിയർ ആൻഡ് കൗൺസിലിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പരീക്ഷകൾക്ക്, പ്രവേശന പരീക്ഷകൾക്ക് CUET പോലെയുള്ള പ്രവേശന പരീക്ഷകൾ പ്രത്യേകം കോച്ചിങ് കൊടുക്കും. അതേ രൂപത്തിലുള്ള ഒരു കോച്ചിങ് സംവിധാനം നമ്മുടെ സ്കൂളുകളിൽ തുടങ്ങാനും ഈ നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ അടുത്ത ശനിയാഴ്ച വരാനിരിക്കുന്ന ഈ ലോഞ്ചിങ്. അതിലേറ്റവും പ്രസക്തമായ 2 ഗസ്റ്റുകളാണുള്ളത്. ഒന്ന് ക്രിയ IAS അക്കാദമിയുടെ മാനേജറും അതേപോലെ തന്നെ അതിൻ്റെ മുഖ്യ കാര്യദർശിയും നമ്മുടെ പെരിന്തൽമണ്ണ MLAയുമായ നജീബ് കാന്തപുരം. അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ മറ്റുള്ള രംഗത്തെ പുരോഗതിയിൽ സുപ്രധാനമായ ഒന്നാണ് SPC എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്. അതിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിങ്ങാണ് ബഹുമാനായ നമ്മുടെ MLA നന്ദകുമാർ നിർവഹിക്കുന്നത്. ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും നമ്മുടെ നഗരസഭയുടെ എല്ലാ വാർഡ് അംഗങ്ങളും കൗൺസിലർമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പൂർണ്ണമായും പത്രപ്രവർത്തകർ എന്നുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവമായ സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം.